ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. ഇന്നലെ മാർക്കറ്റിലുണ്ടായിട്ടുള്ള ഫോള് അത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 70% സ്റ്റോക്കുകളാണ് ഡിക്ലൈൻ ആയത്, 27% സ്റ്റോക്കുകൾ മാത്രമാണ് അഡ്വാൻസ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സെല്ലിംഗ് പ്രഷർ നമ്മുടെ മാർക്കറ്റിലുണ്ട്. അതുകൂടാതെ ഗ്ലോബൽ ക്യൂസ് കൂടുതൽ വഷളാകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നലെ US മാർക്കറ്റൊക്കെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തെങ്കിലും യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവ് ആയിരുന്നു. ഏഷ്യൻ മാർക്കറ്റ് ആണെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ആണെങ്കിൽ 24,650 ട്രേഡ് ചെയ്യുന്നത്, ഏകദേശം 47 പോയിന്റിന്റെ ഒരു ഇടിവോടെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ തേഴ്സ്ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് കൂടുതൽ വീക്ക്നെസ്സിന്റെ ഒരു സാധ്യതയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യക്ക് മേൽ 50% താരിഫ് ചുമത്തിയതോടുകൂടി ഇപ്പോൾ US ഹയസ്റ്റ് താരിഫ് ഏർപ്പെടുത്തിയ രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഇത് ട്രംപിൻ്റെ ഒരു പ്രഷർ ടാക്ടിക്സ് ആണെന്നും ആ ഒരു നെഗോഷിയേഷനിൽ വിൻ ചെയ്യാനുള്ള അടവുകളാണോ എന്നൊക്കെയാണ് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ അവസാന നിമിഷം ട്രംപ് അത് എക്സ്റ്റെൻഡ് ചെയ്തേക്കാമെന്നും അല്ലെങ്കിൽ ഒരു യു ടേൺ ഉണ്ടാകാമെന്നും ഒക്കെ അവൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത്തരം പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ തന്നെ ഈ താരിഫ് ഏർപ്പെടുത്താനുള്ള നീക്കങ്ങൾ US ആരംഭിച്ചത്. പക്ഷേ US ഈ ഇന്ത്യക്കെതിരെ ചുമത്തിയിട്ടുള്ള അഡീഷണൽ പെനാൽറ്റി താരിഫ് അതിനുവേണ്ടി അവർ പറയുന്ന കാരണങ്ങൾ പലതും അത് തീർച്ചയായിട്ടും ഒരു ഇരട്ടത്താപ്പാണെന്ന് വളരെ വ്യക്തമാണ്. ഇപ്പം എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും അമേരിക്ക ഇവിടെ താരിഫുമായിട്ട് കളിക്കുന്നത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ലോകത്തിൽ സമാധാനം ഉണ്ടാക്കാനോ അത്തരത്തിലുള്ള എന്തെങ്കിലും നന്മ ഉദ്ദേശിച്ചോ അല്ല. കാരണം നമ്മൾ ഈ താരിഫ് ഏർപ്പെടുത്തിയ പ്രൊഡക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ചില പ്രൊഡക്റ്റുകളിൽ ഇപ്പോഴും 0 താരിഫാണ്, അവിടെ താരിഫ് കൂട്ടിയിട്ടില്ല. അതുപോലെ ചില പ്രൊഡക്റ്റുകളിൽ 25% താരിഫേ ഉള്ളൂ, അഡീഷണൽ 25% ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അവർ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി അമേരിക്കയ്ക്ക് അൾട്ടർനേറ്റീവായിട്ട് വേറെ സോഴ്സ് ഇല്ലാത്ത, അത് വേറെ സ്ഥലത്ത് നിന്ന് വില കുറഞ്ഞ് കിട്ടാൻ സാധ്യത ഇല്ലാത്ത ഇന്ത്യൻ പ്രൊഡക്റ്റുകൾക്ക് അവർ വലിയ തോതിൽ താരിഫ് ഏർപ്പെടുത്തുന്നില്ല. അതേസമയം അവർക്ക് വളരെ ഈസി ആയിട്ട് ഇന്ത്യയേക്കാൾ വില കുറച്ചിട്ട് സാധനങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള അത്തരം പ്രൊഡക്റ്റുകൾക്ക് മേലെയാണ് അവർ ഈ അഡീഷണൽ താരിഫ് ചുമത്തിയിട്ടുള്ളത്. ഇപ്പം ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് ചൈനയ്ക്ക് മേൽ 200% അഡീഷണൽ താരിഫ്, അതിൻ്റെ ഒരു ഭീഷണിയും കൂടി ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം ഈ റയർ എർത്ത് മെറ്റൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചൈന കളിക്കുന്ന ആ ഒരു കളിയെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ആ ഒരു പോയിന്റിലാണ് അമേരിക്ക ഇപ്പോഴും ചൈനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുന്നത്. അല്ലാതിരുന്നുവെങ്കിൽ ഈ ഒരു ട്രേഡ് വാറിൽ ഏറ്റവും വലിയ വിന്നർ അമേരിക്ക തന്നെ ആവുമായിരുന്നു. അപ്പോൾ ഇന്ത്യൻ പ്രൊഡക്റ്റുകൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ആ ഒരു താരിഫിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഈ ഒരു കോളത്തിൽ ഇവിടെ കൊടുത്തിട്ട് വേണമെങ്കിൽ സൂം ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയും ഷ്രിംസ് ഒരു പ്രധാന എക്സ്പോർട്ട് ഇനമാണ്. $2 ബില്യൺ എക്സ്പോർട്ടാണ് ഇന്ത്യ ഷ്രിംസ് കയറ്റുമതിയിൽ നടത്തുന്നത്. അപ്പോൾ അമേരിക്കയുടെ കൺസംഷൻ്റെ ഏകദേശം 32% ഈ ഷ്രിംസിൻ്റെത് വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അവിടെ ഇത്ര നാളും 0 താരിഫായിരുന്നു, അതാണ് ഇപ്പോൾ 50% താരിഫിലേക്ക് ഒറ്റയടിക്ക് ഉയർത്തിയിരിക്കുന്നത്. അതുകൂടാതെ ഇതൊരു സബ്സിഡി ഐറ്റം ആയതുകൊണ്ട് 10% അഡീഷണൽ ടാക്സും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കയറ്റുമതി ഇനം എന്ന് പറയുന്നത് ഷ്രിംസ് ആണ്. 60% ടോട്ടൽ താരിഫാണ് വരുന്നത്. എന്നാൽ പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വിചിത്രമായ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുക. ഇന്ത്യക്കെതിരെ അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഉയർത്തിയിട്ടുള്ള പ്രധാന വാദം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് ചീപ്പ് റേറ്റിന് ക്രൂഡ് ഓയിൽ വാങ്ങിച്ചുകൊണ്ട് വലിയ വിലക്ക് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അമേരിക്കയിലും ഏകദേശം $4 ബില്യൺ കയറ്റുമതി ഈ പെട്രോളിയം പ്രൊഡക്ട്സ് ഇന്ത്യയിൽ നിന്ന് പോകുന്നുണ്ട്. അതായത് അമേരിക്കൻ കൺസംഷൻ്റെ ഏകദേശം 4.3% പെട്രോളിയം പ്രൊഡക്ട്സ് പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അതിപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ അവിടെ അമേരിക്ക മുമ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള പഴയ നികുതി എന്ന് പറയുന്നത് 6.9% മാത്രമാണ്. എന്നാൽ പുതിയ ഈ റെസിപ്രോക്കൽ താരിഫിൽ ഇപ്പോഴും അവിടെ 0 താരിഫാണ്, പുതിയ താരിഫൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ വലിയ എഫക്റ്റ് ഒന്നും ഇല്ലാതാക്കാൻ പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ കയറ്റുമതിയായിരിക്കും. ടോട്ടൽ താരിഫ് 6.9% മാത്രമാണെന്ന് കാണാം. അപ്പോൾ ഇവിടെയാണ് അമേരിക്കയുടെ കാര്യമായ ഒരു ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് റഷ്യയിൽ നിന്ന് വാങ്ങിയ ക്രൂഡ് ഓയിലാണെന്ന് അമേരിക്കയ്ക്ക് അറിയാം, അതാണ് ഈ ഒരു റേറ്റിൽ അമേരിക്കയ്ക്ക് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ട് അമേരിക്കയ്ക്ക് അത് ബാൻ ചെയ്യാം. അത്തരം കാര്യങ്ങളൊന്നും അമേരിക്ക ചെയ്യുന്നില്ല, കാരണം അമേരിക്കയുടെ താല്പര്യമാണ് മൊത്തത്തിൽ അമേരിക്ക ഉപയോഗിക്കുന്ന ഈ സ്ട്രാറ്റജിയുടെ പിന്നിൽ. അടുത്ത വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു മേഖല ഓർഗാനിക് കെമിക്കൽസ് ആണ്. $2.7 ബില്യൺ എക്സ്പോർട്ടാണ് ഇന്ത്യ നടത്തുന്നത്. 13.2% അമേരിക്കയുടെ കൺസംഷൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ പഴയ താരിഫ് 4% മാത്രമായിരുന്നു, അവിടെയാണ് അഡീഷണൽ 50% ഇപ്പോൾ വരുന്നത്. അങ്ങനെ മൊത്തത്തിലുള്ള താരിഫ് 54% ഉയർന്നിട്ടുണ്ട്. 0 താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു മേഖല നമ്മൾ കാണുന്നത് ഫാർമ എക്സ്പോർട്ടിലാണ്. അതായത് 9.8 ബില്യൻ്റെ ഒരു ഫാർമ എക്സ്പോർട്ടാണ് ഇന്ത്യ നടത്തുന്നത്. 39.8 ഏകദേശം 40% അമേരിക്കയുടെ ഫാർമ കൺസംഷൻ
അതിൻ്റെ ഇമ്പോർട്ട് ഇന്ത്യയിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ അമേരിക്ക വളരെ സമർത്ഥമായിട്ട് സീറോ താരിഫാണ് ഏർപ്പെടുത്തിയത്. മുമ്പും സീറോ ആയിരുന്നു, ഇപ്പോഴും സീറോ ആണ്, അഡീഷണലും സീറോ ആണ്, ഒന്നുമില്ല. അപ്പോൾ ഫാർമ അമേരിക്ക തൊട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന് കാർപ്പറ്റ് ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ 1.2 ബില്യൺ എക്സ്പോർട്ട് ഇന്ത്യ നടത്തുന്നുണ്ട്. അമേരിക്കയുടെ 58% കാർപ്പറ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. 2.9% ആയിരുന്നു മുമ്പത്തെ താരിഫ്. അതിപ്പോൾ 50% ആകുന്നതോടുകൂടി 52.9% ആവും. മറ്റൊരു മേഖല അപ്പാരൽ മേഖലയാണ്. നിറ്റഡ് അപ്പാരൽ, അതുപോലെ വൂവൺ അപ്പാരൽസ്, ടെക്സ്റ്റൈൽസ്, ഈ മേഖലയിലൊക്കെ 50% മുതൽ 60% വരെ താരിഫ് ഉയർന്നതായിട്ട് കാണാം. അതുപോലെ ഡയമണ്ട്സ് ആൻഡ് ഗോൾഡ് ജ്വല്ലറി പ്രൊഡക്റ്റിലും 52% താരിഫാണ് വരുന്നത്. മുമ്പ് വെറും 2% മാത്രമായിരുന്നു. അതുപോലെ സ്റ്റീൽ ആൻഡ് അലൂമിനിയം കോപ്പറിൽ ഏകദേശം 51% താരിഫാണ് വരുന്നത്. മുമ്പ് വെറും 1.7% ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയാണ് ഇപ്പോൾ 50% എക്സ്ട്രാ വരുന്നത്. അതുപോലെ മെഷീനറി ആൻഡ് മെക്കാനിക്കൽ അപ്ലയൻസസിൽ ഏകദേശം 51% താരിഫാണ് വരുന്നത്. എന്നാൽ സീറോ താരിഫുള്ള മറ്റൊരു മേഖല നമ്മൾ കാണുന്നത് സ്മാർട്ട് ഫോണിൻ്റെ മേഖലയാണ്. അവിടെ 10.6 ബില്യൺ എക്സ്പോർട്ടാണ് ഇന്ത്യ നടത്തുന്നത്. അതിൽ 43.9% അമേരിക്കൻ്റെ കൺസംഷനിൽ ഈ ഒരു സ്മാർട്ട് ഫോണാണ്. പ്രത്യേകിച്ച് ആപ്പിൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഗാഡ്ജറ്റ്സ് ആയതുകൊണ്ട് തന്നെ US സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർ താരിഫ് ഏർപ്പെടുത്താതെ വളരെ സമർത്ഥമായിട്ട് സീറോ താരിഫാണ് ഉള്ളത്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു മേഖല വെഹിക്കിൾസ് ആൻഡ് വെഹിക്കിൾ പാർട്സുമായിട്ട് ബന്ധപ്പെട്ട ഓട്ടോ സെക്ടറിലുള്ള എക്സ്പോർട്ടാണ്. അതിൽ 2.6 ബില്യൺ എക്സ്പോർട്ടാണ് ഇന്ത്യ നടത്തുന്നത്. അമേരിക്കയുടെ 11.4% കൺസംഷൻ ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ അവിടെ മുമ്പ് വെറും 1% മാത്രമായിരുന്നു താരിഫ് ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ 25% ഉയർന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ വളരെ രസകരമായ ഒരു കാര്യം, അഡീഷണൽ താരിഫ് ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ താരിഫ് ഇപ്പോൾ വെറും 26% മാത്രമാണ്. മറ്റൊന്ന് ഫർണിച്ചർ, അതുപോലെ ബെഡ്, മാട്രസ് പോലെയുള്ള പ്രൊഡക്റ്റുകളാണ്. ഇതിൽ ഏകദേശം 52% താരിഫും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മൊത്തത്തിൽ ഇതൊന്ന് അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാകുന്നത് ഫാർമ, പെട്രോളിയം പ്രോഡക്ട്സ്, സ്മാർട്ട് ഫോൺ, ഇലക്ട്രോണിക് ചിപ്സ് പോലെയുള്ള അത്തരം മേഖലയിൽ യാതൊരുവിധ ഇമ്പാക്റ്റും നിലവിലുള്ള ഈ 50% താരിഫ് ഉണ്ടാക്കാൻ പോകുന്നില്ല. എന്നാൽ ഫ്യൂച്ചറിൽ അവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ എന്ന് പറയാനായില്ല. കാരണം ഫാർമയിലൊക്കെ ഒരു വർഷത്തിന് കഴിഞ്ഞാൽ താരിഫ് ഉയർത്തുമെന്നൊക്കെ ട്രംപ് മുമ്പ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ആവറേജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ഓട്ടോ സെക്ടറാണ്. അവിടെ ഓട്ടോ, അതിൻ്റെ ആക്സിലറി കമ്പോണൻസ് നിർമ്മിക്കുന്ന കമ്പനികളിലും അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നോർമലായിട്ട് 25% താരിഫ് ഉണ്ടതാണ്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ഒരു മീഡിയം ലെവലിലായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മേജറായിട്ടുള്ള ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് ടെക്സ്റ്റൈൽ, ഫർണിച്ചർ, കാർപ്പറ്റ്സ്, അതുപോലെ ഡയമണ്ട് ആൻഡ് ജ്വല്ലറി, കെമിക്കൽസ്, മെറ്റൽസ്, ഷ്രിംസ് പോലെയുള്ള ഇത്തരം മേഖലയിലാണ് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മേഖലയിലുള്ള സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ജാഗ്രത പാലിക്കേണ്ടി വരും. ഇനി ചില സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീക്ക് ശ്രദ്ധിക്കേണ്ട ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ വിഷയം എന്ന് പറയുന്നത് ലോക്ക് ഇൻ പീരീഡുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനും ആങ്കർ ഇൻവെസ്റ്റേഴ്സിനും പ്രൊമോട്ടേഴ്സിനും ഒക്കെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവർ ഒരു IPOയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് വിൽക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. അവിടെ ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. എന്നാൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അത്തരം പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇത് സെബിയുടെ 2018 റെഗുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിയമം നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ലോക്കിംഗ് പീരീഡ് പല വിധത്തിലുണ്ട്. ഇപ്പോൾ പ്രൊമോട്ടേഴ്സിനാണെങ്കിൽ അവർ 1 ഇയർ മിനിമം ലോക്കിംഗ് പീരീഡ് ഉണ്ട്. അവർ IPO വന്നു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ഷെയറുകൾ വിൽക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് മാത്രം അതന്നെ 20% അവർ ഹോൾഡ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ആങ്കർ ഇൻവെസ്റ്റേഴ്സും അവരുടെ ഒരു 2 വിധത്തിലുള്ള ലോക്കിംഗ് പീരീഡ് ഉണ്ട്. ആങ്കർ ഇൻവെസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അവർ ബൾക്കായിട്ടാണ് ഈ IPO വാങ്ങുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം 30 ദിവസം അവർക്ക് യാതൊരു സെയിലും നടത്താൻ കഴിയില്ല. 30 ദിവസത്തിന് ശേഷം അവർക്ക് 50% സ്റ്റോക്കുകൾ സെല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് 90 ദിവസം വരെ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം 90 ദിവസം അവർ 50% സ്റ്റോക്കുകളെങ്കിലും മിനിമം ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ IPOക്ക് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത പ്രീ IPO ഇൻവെസ്റ്റേഴ്സിനും അവർക്കും റെസ്ട്രിക്ഷൻ ഉണ്ട്. 6 മാസത്തെ റെസ്ട്രിക്ഷൻ അവർക്കുണ്ട്. ആ ഒരു സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു 1 ഇയറിൻ്റെ ലോക്കിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ ഇത്തരം ലോക്കിംഗ് പീരീഡ് ഏർപ്പെടുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരു സ്റ്റോക്കിൽ IPO വരുമ്പോൾ അതിൽ വലിയ പൊസിഷൻ എടുത്ത ഇൻവെസ്റ്റേഴ്സ് പെട്ടെന്ന് തന്നെ IPO ലിസ്റ്റിങ്ങിന് ശേഷം അവർ വിറ്റ് കഴിഞ്ഞാൽ അവിടെ പാവങ്ങളായിട്ടുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ വലിയ ലോസിൽ പോകും. അത്തരം ഒരു വോളറ്റിലിറ്റി ഇല്ലാതിരിക്കാനും ആ സ്റ്റോക്കിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നിയമം സെബി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലോക്കിൻ പീരീഡിൽ വ്യത്യാസങ്ങളുണ്ടാവും. 1 മാസത്തെ ലോക്കിൻ പീരീഡുകളുണ്ട്. ആ കമ്പനി IPOയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവരുടെ ആ ഒരു റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് RHPയിൽ അതിൽ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവിടെ എത്രയാണ് ലോക്കിൻ പീരീഡ് എന്നും ആർക്കൊക്കെയാണ് ലോക്കിൻ പീരീഡ് എന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും.
അപ്പോൾ ആ ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും വിൽക്കാവുന്നതാണ്. എങ്കിൽ പോലും അത് അവർ വിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചും ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അനുസരിച്ചിട്ടും ഇത് ഹോൾഡ് ചെയ്താൽ ഗുണമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ആ വിൽപ്പന നടക്കുക. പക്ഷെ സ്വാഭാവികമായിട്ടും പല IPOകളിലും ഇത്ര വിൽപ്പന നടക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള ക്രാഷ് ഇത്ര IPOകളിൽ ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ ഈ ആഴ്ച ലോക്കിംഗ് പീരീഡ് അവസാനിക്കുന്ന ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. അതിലൊന്ന് ബെൽറൈസ് ഇൻഡസ്ട്രീസ് ആണ്. ഇതിൻ്റെ 3 മാസത്തെ ലോക്കിംഗ് പീരീഡുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏകദേശം 4% ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് മാർക്കറ്റിൽ ഈ ഓഗസ്റ്റ് 25 മുതൽ ഇറങ്ങാൻ തുടങ്ങും. അതുപോലെ സിർമ SGS എന്ന് പറയുന്ന സ്റ്റോക്കിൽ 1.5 ഇയേഴ്സിന് ശേഷമുള്ള ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞ ഇൻവെസ്റ്റേഴ്സ് ഏകദേശം 20% ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് ഉണ്ട്, അതും മാർക്കറ്റിൽ ഇറങ്ങാൻ പോവുകയാണ്. അതുപോലെ AG സ്വോപാക്ക് എന്ന് പറയുന്ന സ്റ്റോക്കിൽ 3 മന്ത്സിൻ്റെ ലോക്കിംഗ് പീരീഡ് അവസാനിക്കുകയാണ്. ഓഗസ്റ്റ് 26 അവസാനിക്കുകയാണ്. ഏകദേശം 2% ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയറിൻ്റെത് അവിടെ വരുന്നത്, അതും മാർക്കറ്റിൽ ഇറങ്ങാൻ പോകും. അതുപോലെ CNG ഇലക്ട്രോണിക്സിൻ്റെ 1 മാസത്തെ ലോക്കിംഗ് പീരീഡ് അവസാനിക്കുകയാണ്. ഓഗസ്റ്റ് 26 അവസാനിക്കുന്നത്. 3% ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസാണ് അവിടെ വിൽപ്പനയ്ക്ക് വരുന്നത്. അതേപോലെ ഇൻഡിക്യൂബ് എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ 1 മാസത്തെ ലോക്കിംഗ് പീരീഡ് അവസാനിക്കുകയാണ്. ഓഗസ്റ്റ് 26 അവസാനിക്കുന്നത്. അവിടെ 3% ഷെയറുകൾ മാർക്കറ്റിലേക്ക് ഇറങ്ങും. അതുപോലെ പോസ്ട്രാം ഇൻഫോ സിസ്റ്റംസിൻ്റെ 3 മാസത്തെ ലോക്കിംഗ് പീരീഡ് അവസാനിക്കുകയാണ്. ഓഗസ്റ്റ് 26 അവസാനിക്കുന്നത്. അവിടെ ഏകദേശം 4% ഷെയറുകൾ മാർക്കറ്റിലേക്ക് ഇറങ്ങും. അതുപോലെ ബ്രിഗേഡ് ഹോട്ടൽ വെഞ്ചേഴ്സിൻ്റെ 1 മാസത്തെ ലോക്കിംഗ് പീരീഡ് അവസാനിക്കുകയാണ്. അവിടെ 5% ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയറുകൾ താഴത്തേക്ക് വരും. അതേപോലെ സ്കോളോസ് ബാംഗ്ലൂരിൻ്റെ ലീല ഗ്രൂപ്പിൻ്റെ ആ ഒരു IPO വഴി വന്ന ആ ഒരു സ്റ്റോക്ക്, അതിൻ്റെ 3 മാസത്തെ ലോക്കിംഗ് പീരീഡ് അവസാനിക്കുകയാണ്. അവിടെ 5% ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയറുകൾ മാർക്കറ്റിലേക്ക് ഇറങ്ങും. അതുപോലെ ഒറിയൻറ്റ് ടെക്നോളജീസ് സ്റ്റോക്കിൻ്റെ 1 വർഷത്തെ ലോക്കിംഗ് പീരീഡ് അവസാനിക്കുകയാണ്. ഓഗസ്റ്റ് 28 അവസാനിക്കുന്നത്. അവിടെ ഏകദേശം 53% ഷെയറുകളാണ് മാർക്കറ്റിൽ ഇറങ്ങാൻ പോകുന്നത്. അതേപോലെ ശാന്തി ഗോൾഡിൻ്റെ 1 മാസത്തെ ലോക്കിംഗ് പീരീഡ് അവസാനിക്കുകയാണ്. ഏകദേശം 27 ലക്ഷം ഷെയറുകൾ, 4% ഷെയറുകൾ മാർക്കറ്റിലേക്ക് ഇറങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് ഇത്തരത്തിൽ മാർക്കറ്റിൽ ലിക്വിഡിറ്റി വരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ. സ്വാഭാവികമായിട്ടും ഇവിടെ ഈ ഇൻവെസ്റ്റേഴ്സ് വലിയ തോതിൽ സെല്ല് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്കുകളിൽ ഒരു ക്രാഷ് ഉണ്ടാവും. അതല്ല, അവർ ഘട്ടം ഘട്ടമായിട്ടാണ് സെല്ല് ചെയ്തെങ്കിൽ ആ സ്റ്റോക്ക് ഒരു കൺസോളിഡേഷൻ ലെവലിൽ പോവുക മാത്രമേ ചെയ്യുള്ളൂ. അതല്ല, ചില സ്റ്റോക്കുകൾ ഇപ്പോൾ പോസ്ട്രാം പോലെയുള്ള സ്റ്റോക്കുകൾ വമ്പിച്ച ഗ്രോത്താണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ബെൽറൈസ് പോലെയുള്ള സ്റ്റോക്കുകൾ വമ്പിച്ച ഗ്രോത്തിലാണുള്ളത്. അപ്പോൾ അത്തരം സ്റ്റോക്കുകളിൽ അത്തരം സെല്ല് ഉണ്ടാവുമോ എന്ന് നമുക്ക് പറയാനാവില്ല. എങ്കിലും പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം സ്റ്റോക്കുകളും നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.